ഭാഗികമായി വിമാന സർവീസുകൾ ആരംഭിച്ചതായി ദുബായ് എയർപോർട്ട്സ് അറിയിക്കുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അൽ മക്തൂം വിമാനത്താവളത്തിൽ നിന്നും പരിമിതമായ സർവീസുകളാണ് ഉണ്ടാകുക. കൊച്ചിയിലേക്ക് ഒരു എത്തിഹാദ് വിമാനം പുറപ്പെട്ടതായാണ് സൂചന. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. മുഹമ്മദ് റഹീസ്, ആദ്യഘട്ടം യുദ്ധവാർത്ത പുറത്തു വരുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ വ്യോമ ഗതാഗതത്തെ വലിയ നിലയിൽ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാഗികമായെങ്കിലും സർവീസുകൾ പുനരാരംഭിക്കാനായി സാധിക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണല്ലേ? അസിത, തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. അതിനപ്പുറത്തേക്ക് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ മക്തൂം വിമാനത്താവളം, ഒപ്പം തന്നെ അബുദാബി വിമാനത്താവളം, ഈ 3 വിമാനത്താവളത്തിൽ നിന്നും ഭാഗികമായി സർവീസുകൾ ആരംഭിച്ചതായി ഏവിയേഷൻ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അധികൃതർ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ 3 ഇടങ്ങളിൽ നിന്നും സർവീസുകൾ ആരംഭിച്ചു. നേരത്തെ ഒരു വലിയ പ്രഖ്യാപനമില്ലാതെയാണ് സർവീസുകൾ ആരംഭിച്ചത്. കാരണം അബുദാബിയിൽ നിന്നാണ് ഈ സർവീസുകൾ പുനരാരംഭിക്കുന്നത് തുടങ്ങിയത്. UAE-യിലെ ഈ 3 എയർപോർട്ടുകളിൽ നിന്ന് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ അബുദാബിയിൽ നിന്നാണ് ആദ്യമായി അത് പുനരാരംഭിക്കുന്നത്. അപ്പോൾ അത് വലിയ അറിയിപ്പൊന്നുമില്ലാതെ ഈ പറയുന്ന ഈ പാസഞ്ചേഴ്സിനെ നേരിട്ട് വിളിച്ച് കുടുങ്ങിക്കിടുന്നവർ, ഒപ്പം തന്നെ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ചിലർ, ഇവരെയൊക്കെയും വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് എത്താൻ അറിയിച്ച് അതിനുശേഷമാണ് യാത്ര തുടങ്ങിയത്. 15 വിമാനങ്ങളാണ് ഇപ്പോൾ അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. ഇതിൽ കേരളത്തിലേക്കുള്ള, കൊച്ചിയിലേക്കുള്ള വിമാനമുണ്ട്, ഒപ്പം തന്നെ ചെന്നൈയിലേക്കുള്ള വിമാനമുണ്ട്, ബാംഗ്ലൂരിലേക്കുള്ള വിമാനമുണ്ട്, മുംബൈയിലേക്കുള്ള വിമാനമുണ്ട്. അങ്ങനെ അതൊക്കെയും 15 വിമാനങ്ങൾ 3 മണിക്കൂറിനിടയിൽ ഈ അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ദുബായ് എയർപോർട്ട്സ് അതോറിറ്റി അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, അതായത് ഈ അൽ മക്തൂം വിമാനത്താവളത്തിൽ നിന്നും ഒപ്പം തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തുമ്പോൾ നേരിട്ട് കോളുകൾ ലഭിക്കാതെ ഒരു തരത്തിലും ഈ വിമാനത്താവളത്തിലേക്ക് യാത്രക്കാർ എത്തരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഭാഗികമായി സർവീസുകൾ തുടങ്ങി എന്ന് പോലും പറയാൻ കഴിയില്ല. പരിമിതമായ സർവീസുകൾ കുറച്ചു സമയത്തേക്ക് നടത്തുന്നു എന്ന രീതിയിൽ മാത്രമാണ് നിലവിൽ വ്യോമപാത തുറന്നിരിക്കുകയും ഒപ്പം തന്നെ ഈ സർവീസുകളൊക്കെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയ്ക്ക് മുൻപ് ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ ഈ സമയത്ത് വിമാനം ഉണ്ടാകും എന്ന് കരുതി എയർപോർട്ടിലേക്ക് എത്തരുത് എന്നുള്ളത് കർശനമായിട്ട് പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം വിമാനത്താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയും ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ വിമാനങ്ങളൊന്നും ആകില്ല ഈ നേരം ഈ ഓപ്പറേഷനിലുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ എമിറേറ്റ്സ് വിമാനങ്ങളാണ് കൂടുതലായും ഈ സമയത്ത് പ്രവർത്തിക്കുന്നത്. ഔദ്യോഗികമായ എമിറേറ്റ്സ് വിമാനങ്ങളാണ് തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചത്. അത് അനുസരിച്ച് ആളുകൾ വിളിക്കുന്നതനുസരിച്ച് മാത്രം എത്തണമെന്ന് എമിറേറ്റ്സും അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 3 വിമാനത്താവളങ്ങളിൽ നിന്നും വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, പുറപ്പെടാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഒരു തരത്തിൽ ആശ്വാസം പകരുന്നത് തന്നെയാണ്. കാരണം വിമാനത്താവളത്തിലൊക്കെ കുടുങ്ങിക്കിടന്ന് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോകാനുള്ള ആളുകൾ. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് UAE സ്വാഭാവികമായിട്ടും ഈ ഹോട്ടലിൽ പണം നൽകാനില്ലാത്തവരും ചെക്ക് ഇൻ കഴിഞ്ഞ് ഇറങ്ങേണ്ടവർക്കുമൊക്കെ UAE സൗജന്യമായി ആ സമയത്ത് ഹോട്ടലിൽ താമസിക്കാൻ ഇടം നൽകണമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ച ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങളൊക്കെയും കൃത്യമായി നോക്കിയിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും വിമാന സർവീസുകൾ ചെറുതായെങ്കിലും വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇത് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആദ്യം മുതൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു രാവിലെ 10 മണി 11 മണിക്ക് ശേഷം UAE-യിൽ കാര്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ വൈകിട്ട് വന്ന വിവരങ്ങൾ, റാസൽ കൈമയുടെ അടക്കമുള്ള വിവരങ്ങൾ, അത് രാവിലെ ഉണ്ടായ ആക്രമണത്തിന്റെ സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നേരത്തെ പ്ലാൻ ചെയ്ത് സ്വാഭാവികമായിട്ടും അത് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാകണം ഈ വിമാനങ്ങളൊക്കെയും പുറപ്പെട്ടത് എന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഒരു കുറെ നേരത്തേക്ക് ഒരു ആക്രമണം നിർത്തിവെക്കുക, അതായത് UAE-യിലേക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ GCC മേഖലകളിലേക്കൊക്കെ ഒന്ന് ആക്രമണം നിർത്തിവെച്ചിട്ട് പിന്നീട് വിമാന സർവീസുകൾ, കുറച്ച് അടിയന്തര വിമാന സർവീസുകൾ പെട്ടെന്ന് നടത്തുക എന്നുള്ള ഒരു നീക്കമാണ് എന്തായാലും ഇവിടെ നടന്നിരിക്കുന്നത്. ആ നിലയ്ക്കാണ് 15 വിമാനങ്ങൾ അബുദാബിയിൽ നിന്നും ഒപ്പം തന്നെ എമിറേറ്റ്സിന്റെ കുറച്ചധികം വിമാനങ്ങൾ ഇത്തരത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഒപ്പം അൽ മക്തൂം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടും എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിമാനങ്ങൾ ഉണ്ടോ എന്നറിയാൻ കഴിയും.
എന്തായാലും ഇന്ത്യക്കാർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതിലുള്ളത് പല വിമാനങ്ങളും ഏതാണ്ട് 5 വിമാന സർവീസുകളെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് ഇന്ത്യയിലേക്കുള്ളതാണ്, ഒന്ന് കൊച്ചിയിലേക്കുമുള്ളതാണ്, ചെന്നൈയിലേക്കുള്ള വിമാന സർവീസുകളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ആ തരത്തിൽ ആശ്വസിക്കാം. വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന മറ്റ് സഹായങ്ങൾ വലിയ തോതിൽ ലഭിക്കാത്ത വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന പലർക്കും ഇന്ന് നാട്ടിലെത്താം എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി അതിലുണ്ട്. അസിത, ശരി, ഓക്കെ. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണിത്. പരിമിതമായാണെങ്കിൽ പോലും ഈ വ്യോമ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഏറ്റവും വലിയ പ്രതിസന്ധി യാത്രികരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിച്ച ശേഷം വിമാനത്താവളത്തിലേക്ക് എത്താനായി ശ്രമിക്കുക എന്നതും ഏറെ പ്രധാനമാണ്. ഓർക്കുക, പരിമിതമായി മാത്രമാണ് നിലവിൽ വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുള്ളത്. വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.